നമസ്കാരം. സുമാസ് വെജ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ബിരിയാണിയാണ്. പ്ലീസ് ഡു വാച്ച് ആൻഡ് കീപ്പ് ഓൺ സപ്പോർട്ടിങ് സുമാസ് വെജ് സ്റ്റോറീസ്. താങ്ക് യു. ആദ്യം ബിരിയാണി മസാല ഉണ്ടാക്കാം. ജാതിപത്രി കുറച്ച്, ഒരു കഷ്ണം ജാതിക്കായ, ഒരു 8-10 കുരുമുളക്, ഒരു 3 കഷ്ണം പട്ട, ഒരു 2 കഷ്ണം തക്കോലം, ഒരു 4-5 ഏലക്കായ, 2-3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5-8 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് 3 ഗ്രാമ്പു, 3-4 ഏലക്കായ, 2 കഷ്ണം പട്ട, 2 ബേ ലീവ്സ്, ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കാം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആ അരച്ച് വെച്ച മസാല ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ പച്ച മണം ഒന്ന് മാറട്ടെ. അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വീണ്ടും ഇളക്കാം. ഉപ്പിൻ്റെ അളവ് എപ്പോഴും ലേശം മുന്നിട്ട് നിൽക്കണം. എന്നാലും ബിരിയാണിയുടെ ചോറിലും വെജിറ്റബിൾസിലുമൊക്കെ ഉപ്പിൻ്റെ അളവ് പാകത്തിനുണ്ടാവണം. ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്തു വീണ്ടും നന്നായി കൂട്ടി യോജിപ്പിക്കാം. ഇതൊരു 1 പോട്ട് ഡിഷാണ്. ഒരു കുക്കറിൽ തന്നെ വെജിറ്റബിൾസും അരിയും എല്ലാം നമ്മൾ ഒരുമിച്ച് വേവിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി വെജിറ്റബിൾസ് ചേർക്കാം. ഒരു 1/4 കപ്പ് ബീൻസ് അരിഞ്ഞത്, ഒരു വലിയ ക്യാരറ്റും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും, അതിലേക്ക് സോയ ചങ്ക്സ് ആണ് ഇപ്പോൾ ചേർത്തത്. ചെറിയ ചങ്ക്സാണ് യൂസ് ചെയ്തത്. അത് ഞാനൊരു 15 മിനിറ്റ് ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഒരു ചെറിയ ക്യാപ്സിക്കവും അരിഞ്ഞതും, ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇപ്പം ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് അരി നന്നായി കഴുകി 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ്. ഇത് നന്നായി തിളച്ച് തുടങ്ങും. എന്നിട്ട് നമ്മൾ അരി ഇടുള്ളൂ. ഇപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി തിളച്ച് തുടങ്ങി. സോക്ക് ചെയ്ത് ഊറ്റിയെടുത്ത അരിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് 2 കപ്പ് അരിയുണ്ട്, വെള്ളം 3 കപ്പാണ്. ഈ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. അരിയെല്ലാം വടിച്ചിട്ടു.
ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഹെൽത്തി ബിരിയാണിയാണ്. കുക്കർ അടച്ച് വെയിറ്റിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. വിസിൽ വന്നു, സ്റ്റീമൊക്കെ പോയിട്ടേ തുറക്കാൻ പാടുള്ളൂ. തുറന്ന് നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ കൊണ്ടോ പതുക്കെ ഇളക്കി കൊടുക്കാം സൈഡിൽ കൂടി. ഞാനിപ്പോൾ ഒരു ചെറിയ ചട്ടുകം കൊണ്ടാണ് പതുക്കെ ഇളക്കണത്. നെയ്യിൽ വറുത്ത് വെച്ച ഉള്ളിയും നട്ട്സും കിസ്മസും ഒക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിസ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യുക. ആ കുക്കറിൽ നമ്മൾ അധികം നേരം ഇങ്ങനെ വെച്ചിരിക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു സെർവിങ് ഡിഷിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്കോ മാറ്റി വെക്കണം. കാരണം കുക്കറിൽ ആ ചൂടും അതിൽ തന്നെ അടച്ചു വെച്ചാൽ കൂടുതൽ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.